ഈശോയിലെ എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തില് ഈശോയെ ജനങ്ങള് കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവര് ഈശോയോട് ചോദിക്കുകയാണ്, റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. ഈശോ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ അവരുടെ മനോഗതം മനസ്സിലാക്കിക്കൊണ്ട് ഈശോയോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, മറിച്ച് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്. അതായത് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്യുന്നത് ഒരു മനുഷ്യപുത്രനായിട്ടോ അല്ലെങ്കിൽ രക്ഷപ്രദാനം ചെയ്യുന്ന ഒരു രക്ഷകനായിട്ടോ ഒന്നുമല്ല, മറിച്ച് നിങ്ങൾക്ക് അപ്പം നൽകുന്ന അല്ലെങ്കിൽ ഒരു അത്ഭുത പ്രവർത്തകൻ മാത്രമായിട്ടാണ് നിങ്ങൾ എന്നെ കരുതിയിരിക്കുന്നതെന്ന് പറയുകയാണ്. ഈശോയുടെ യഥാർത്ഥ ഐഡന്റിറ്റി മനസ്സിലാക്കാനായിട്ട് ഈ ജനം പരാജയപ്പെട്ടു എന്നുള്ള ഒരു വിഷമം ഈശോയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരം തന്നെയാണ്, ഈശോയെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന രീതി എന്താണ്. പലപ്പോഴും നമ്മളിൽ പലരും ഈശോയെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം കൂടെ നിർത്തിയിരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ആഭരണം പോലെയാണ് ദൈവം എന്ന് പറയാറുണ്ട്. കാരണം ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തണിയുക, അത് കഴിഞ്ഞാൽ അഴിച്ചവിടെ വെക്കുക എന്നുള്ള രീതിയിൽ ഒരു ഓർണമെന്റൽ ഗോഡായിട്ട് നമ്മുടെ ദൈവിക സങ്കല്പങ്ങൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തെ രക്ഷകനായി കണ്ട് സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ, അതോ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങളാകുന്ന ചെറിയ അപകർഷങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ദൈവത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നത്? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.